അതിനു മുമ്പ് ഈ അസിറോക്കി ഹട്ട് സാലെ തുടങ്ങിയ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ചൽബേ സാലെ, ഹട്ട് സാലെ തുടങ്ങിയ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല വാക്കുകളല്ല. സത്യത്തിൽ അവിടെ ഹിന്ദി അറിയാവുന്ന ഒരാൾ പോലും ഇല്ല എന്ന് തോന്നുന്നു. അല്ലായിരുന്നെങ്കിൽ അതാ നമ്മുടെ സുരേഷ് മേനോൻ ഉണ്ടായിരുന്നെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്തതിന് അതൊരു തെറ്റായ വാക്ക് തന്നെയാണ്. തെറി പോലെ ഉപയോഗിക്കുന്ന വാക്ക് തന്നെയാണ് ഹട്ട് സാലെ. എന്തായാലും ലക്കും ഫിസിക്കൽ എഫർട്ടും സിജോയുടെ ഭാഗത്തായതുകൊണ്ട് തന്നെ സിജോ ജയിച്ചു. പക്ഷെ അപ്പോഴും മുതൽ കക്ഷിക്ക് ഉള്ളിൽ ഇങ്ങനെ കടന്ന് തരികിട പാടുന്നുണ്ടാവണം സിജോയ്ക്കെതിരെ എന്തെങ്കിലും പണി കൊടുക്കണമെന്ന്. ഹലോ, ബിഗ് ബോസ് സീസൺ 6 നിന്ന് റോക്കി അസി പുറത്തായിരിക്കുകയാണ്. റോക്കി സിജോയെ മർദ്ദിച്ചു, മുഖത്തടിച്ചു. അതിനുശേഷമാണ് അദ്ദേഹത്തെ ബിഗ് ബോസിൽ നിന്ന് ഇജക്ട് ചെയ്തത്. എവിക്റ്റ് അല്ല, ഇജക്ട് ചെയ്തത്. അദ്ദേഹത്തിന് മറ്റുള്ള അംഗങ്ങളെ കാണാനുള്ള അവസരം പോലും കൊടുത്തില്ല. ഇടതുവശത്തുള്ള വാതിലൂടെ ഇറങ്ങി വീട്ടിൽ പൊയ്ക്കോളാൻ പറഞ്ഞു. എന്തായാലും അസി റോക്കിക്ക് രാവിലെ മുതൽ തന്നെ പ്രശ്നമായിരുന്നു. ആരുടെ മുകളിൽ കയറണമെന്ന് ചിന്തിച്ച് കിടക്കുമായിരുന്നു തോന്നുന്നു. അതിന് കിട്ടിയ ആദ്യത്തെ ഇര ക്യാപ്റ്റനായിരുന്ന അപ്സരയാണ്. അപ്സരയിൽ നിന്നുള്ള ക്യാപ്റ്റൻസി ആക്ച്വലി ഇന്ന് രാവിലെ തന്നെ സിജോ ഏറ്റെടുക്കേണ്ടതായിരുന്നു. പക്ഷേ എന്തോ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നുകൊണ്ടായിരിക്കും സിജോ ആ ക്യാപ്റ്റൻസി ഏറ്റെടുത്തില്ല. അപ്പോൾ അതിനെ തുടർന്ന് അപ്സര തന്നെയായിരുന്നു ക്യാപ്റ്റനായിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് വിശന്നപ്പോൾ അദ്ദേഹത്തിന് ഫുഡ് വേണം. അപ്സര ഇന്നലെ ഇരുന്ന ചപ്പാത്തിയും മറ്റോ എടുത്ത് ചൂടാക്കി കൊടുത്തു. അത് തന്നെ പ്രശ്നമായി. കക്ഷിക്ക് അങ്ങനെ ശീലമില്ലെന്ന് തോന്നുന്നു. കക്ഷി ഒരു വലിയ കുടുംബത്തിൽ 7000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടിൽ 1200 സ്ക്വയർ ഫീറ്റ് ഉള്ള ബെഡ്റൂമിലേക്ക് കടന്ന് ശീലിച്ചിട്ടുള്ളതാണ്. രാവിലെ എണീക്കുമ്പോൾ ഒരു കയ്യിൽ കോഫി, ഒരു കയ്യിൽ ടവൽ, ഒരു കാലിൽ ചെരുപ്പ്, അതൊക്കെ ഇട്ട് കൊടുക്കാൻ പരിചാരകരൊക്കെ ഉള്ള വീട്ടിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ അപ്സര ചെയ്ത് അങ്ങോട്ട് പിടിച്ചില്ല. കക്ഷിക്ക് ഫ്രഷ് ആയിട്ട് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണമായിരുന്നു. എന്തായാലും അതിന് റിസോർട്ടിൽ താമസത്തിന് വന്നതല്ല എന്ന് റോക്കി തിരിച്ചറിയണം. റോക്കി തന്നെ ഇതിനു മുമ്പ് നമ്മുടെ ഗബ്രിയോടും ജാസ്മിനോടും പറഞ്ഞിരുന്നു റിസോർട്ടിൽ ഹണിമൂണിന് വന്നതല്ലെന്ന്. അതുപോലെ റിസോർട്ടിൽ താമസത്തിന് വന്നതല്ല എന്ന് റോക്കി എങ്കിലും തിരിച്ചറിയണമായിരുന്നു. എന്തായാലും അവിടെ നിന്ന് തുടങ്ങിയ അടിയാണ്. ആ അടി അതിന്റെ ഉച്ചസ്ഥായിലേക്ക് പോയി. അപ്പൊ ബിഗ് ബോസ് പ്രീമിയർ കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു വീഡിയോ ചെയ്തായിരുന്നു. പ്രീമിയർ അനാലിസിസ്, ആരൊക്കെയാണ് ഫേക്ക് തുടങ്ങിയ കാര്യങ്ങളെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കുറച്ച് കോണ്ടസ്റ്റൻസിനെ ഞാൻ അനലൈസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രതീഷ് കുമാർ, അസി റോക്കി, ജാൻ മണിദാസ് തുടങ്ങിയവരെ പറ്റിയാണെന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ രതീഷ് കുമാറിനെ പറ്റിയും റോക്കിയെ പറ്റി പറഞ്ഞതും ഇപ്പോൾ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ബാക്കിയുള്ളവരെ പറ്റി പറഞ്ഞത് കറക്റ്റ് ആവുമോ എന്ന് നമുക്ക് നോക്കി കാണാം. ഏതായാലും റോക്കിയെ പറ്റി പറഞ്ഞത് നിങ്ങൾക്ക് കാണാനായിട്ട് ഒന്നുകൂടി ഇവിടെ വെക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത് എനിക്ക് ഇങ്ങനെ ഒരു തോന്നലുണ്ടായ കണ്ടസ്റ്റന്റ് റോക്കി അസിയാണ്, അഥവാ അസി റോക്കി. അസി റോക്കി പറയുന്നത് തനിക്ക് ഡ്യുവൽ പേഴ്സണാലിറ്റി ഉണ്ടെന്നാണ്, ദ്വന്ദ്വ വ്യക്തിത്വം. അങ്ങനെ ദ്വന്ദ്വ വ്യക്തിത്വം ഉള്ളവരെ വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഹിപ്പോക്രൈറ്റ്സ് എന്ന് നമ്മൾ പറയും. പകൽമാന്യൻ എന്ന് വേണമെങ്കിൽ പറയാം. ചിലർക്ക് പുറത്ത് വേറെ സ്വഭാവം, അകത്ത് വേറെ സ്വഭാവമായിരിക്കും. അങ്ങനെ ഒരു സ്വഭാവത്തോടുകൂടി ബിഗ് ബോസിൽ തുടരാൻ ബുദ്ധിമുട്ടാണ്. കാരണം ബിഗ് ബോസിൽ നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം എന്തായാലും പുറത്തു വരും. അപ്പോൾ ഡ്യുവൽ പേഴ്സണാലിറ്റി എന്നൊക്കെ പറഞ്ഞത് താൻ എന്തോ സംഭവമാണ് എന്ന് കാണിക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടില്ലേ എന്ന് എനിക്കൊരു തോന്നൽ. ഒരു ഫേക്ക് പേഴ്സണാലിറ്റി ആണോ എന്നൊരു സംശയം. അപ്പോൾ അതാണ് അസിറോക്കി എന്നൊരു ഫേക്ക് പേഴ്സണാലിറ്റി ആണ്, ഒരു ദ്വന്ദ്വ വ്യക്തിത്വം എന്ന് കക്ഷി തന്നെ പറയുന്നു. അപ്പോൾ ഒരു ഹിപ്പോക്രൈറ്റ് ടൈപ്പ് ആണ്. കക്ഷിക്ക് കോണ്ടന്റ് വേണമായിരുന്നു. കോണ്ടന്റിന് വേണ്ടി ഇരയെ തപ്പി നടക്കുമായിരുന്നു. ആ ഇര അപ്സരയായി പോയി എന്നുള്ളതാണ് ദുഃഖസത്യം. എന്തായാലും അപ്സരയോട് വഴക്ക് തുടങ്ങി, അപ്സരയോട് തട്ടിക്കേറി ചോറ് വേണമെന്ന് പറഞ്ഞു. അതിന് മുമ്പ് തന്നെ അപ്സര സിജോയോട് സംസാരിച്ചെന്ന് ചോദിച്ച കാര്യം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം കാണാത്തതുകൊണ്ട് അദ്ദേഹം എഗ്രി ചെയ്തില്ല. അദ്ദേഹം പറഞ്ഞ അങ്ങനെ സംഭവിച്ചിട്ടേ ഇല്ലെന്നാണ്. ഇത് താൻ പിടിച്ച കോയിലിന് 3 അല്ല 6 കൊമ്പെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് റോക്കി എന്ന് തോന്നുന്നു. എന്തായാലും അദ്ദേഹം പറഞ്ഞത് ഞാൻ കണ്ടിട്ടില്ല എന്നാണ്. സിജോ പറയുന്നുണ്ട് എന്നോട് ഒന്ന് പറഞ്ഞു. പക്ഷെ അത് റോക്കി പറയുന്നത് ചുമ്മാ തന്നെ കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ തന്നെ കള്ളനാക്കാനായിട്ട്, അല്ലെങ്കിൽ തനിക്കെതിരെ പാര വയ്ക്കാനായിട്ട് ഉണ്ടാക്കിയ ഒരു കഥ മാത്രമാണ് എന്നാണ്. എന്തായാലും സിജോയോട് അപ്സര വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ക്യാപ്റ്റനാണ്. തുടക്കം മുതൽ തന്നെ വളരെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരുന്നു ക്യാപ്റ്റൻസി. അപ്പോൾ വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്സര. അപ്സര പോയി സംസാരിച്ചിട്ടുണ്ടാവണം. എന്തായാലും നമ്മളെ കാണിച്ചിട്ടില്ല, ലൈവിലും കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും അപ്സര പോയി സംസാരിച്ചു. അതിനുശേഷമാണ് ചോറ് വയ്ക്കാനുള്ള തീരുമാനം വന്നതെന്ന് അറിഞ്ഞു. അപ്പോൾ യമുന അതിനിടയ്ക്ക് കയറി പറയുന്നത് ഞാൻ പറഞ്ഞതിന് ശേഷമാണ് വയറുകറി ഉണ്ടാക്കാൻ പോയത്. എന്തായാലും ആ കാര്യങ്ങളെല്ലാം ഏകദേശം ക്ലാരിഫൈ ചെയ്ത് വന്നവരാണ്. അപ്പോഴാണ് ഇദ്ദേഹം അസി റോക്കി നിന്റെ ഭർത്താവിനോട് പോയി പറയാൻ അപ്സരയോട് പറയുന്നത്. അപ്സര അതിന് പകരമായിട്ട് റാസ്കൽ എന്ന് വിളിച്ചു. പക്ഷേ അതിനു മുമ്പ് ഈ അസി റോക്കി ഹട്ട് സാലെ തുടങ്ങിയ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ചൽബേ സാലെ, ഹട്ട് സാലെ തുടങ്ങിയ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല വാക്കുകളല്ല. സത്യത്തിൽ അവിടെ ഹിന്ദി അറിയാവുന്ന ഒരാൾ പോലും ഇല്ല എന്ന് തോന്നുന്നു. അല്ലായിരുന്നെങ്കിൽ അതാ നമ്മുടെ സുരേഷ് മേനോൻ ഉണ്ടായിരുന്നെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്തതിന് അതൊരു തെറ്റായ വാക്ക് തന്നെയാണ്. തെറി പോലെ ഉപയോഗിക്കുന്ന വാക്ക് തന്നെയാണ് ഹട്ട് സാലെ. അപ്പോൾ ആ വാക്ക് ഉപയോഗിച്ചതിന് ആരും കുറ്റം കണ്ടെത്തിയില്ല. കാരണം അവർക്ക് പലർക്കും ആ വാക്കിന്റെ യൂസേജിനെ പറ്റി, ആ വാക്കിലുള്ള തെറി രീതിയിലുള്ള ഉപയോഗത്തെ പറ്റിയോ അറിയില്ല. എന്നാലും ഈ റാസ്കലിൽ കയറി ഇയാൾ പിടിച്ചു. അയാൾ പറയുന്നത് അവളുടെ ഭർത്താവിനെ ഞാൻ വിളിച്ചെങ്കിൽ അവൾ തിരിച്ച് വീട്ടുകാരെ വിളിച്ചു, അതുകൊണ്ട് സോൾവ് ആയി. പക്ഷേ ഈ റാസ്കൽ എന്ന് വിളിച്ചാൽ ഞാൻ തിരിച്ചു വിളിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ശിക്ഷ കൊടുക്കണമെന്നായിരുന്നു. ഇവിടെ അദ്ദേഹം റോക്കി തന്നെ തീരുമാനിക്കുവാണ് ഞാൻ പറയുന്നതാണ് ശരി, അവളെ ഞാൻ വിളിച്ചതിന് അവൾ തിരിച്ചു വിളിച്ചതുകൊണ്ട് അവിടെ സോൾവ് ആയി. പക്ഷേ ഈ റാസ്കൽ എന്ന് വിളിച്ചതിന് ഞാൻ തിരിച്ചു വിളിച്ചിട്ടില്ല, അതുകൊണ്ട് പ്രശ്നം എന്തോ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയായിരുന്നു റോക്കി രാവിലെ മുതൽ. അപ്പോൾ ആ പ്രശ്നം എല്ലാം ഒന്ന് സോൾവ് ആയി വന്നപ്പോഴാണ് പിന്നെ അടുത്ത ഇതിനെ കിട്ടിയത്, സിജോയെ കിട്ടിയത്.
സിജോയോട് കക്ഷിക്ക് അസൂയ ഉണ്ടെന്നുള്ളത് പച്ചയായ സത്യമാണ്. അത് ആരും പറഞ്ഞില്ലെങ്കിലും നമുക്ക് വ്യക്തമായിട്ട് കാണുന്നുണ്ട്. കാരണം ഇന്നലെ ക്യാപ്റ്റൻസി ടാസ്കിൽ തോറ്റപ്പോഴും ഒക്കെ ആ ഒരു കക്ഷിയുടെ സുപ്രീമസിക്ക്, ആ മാസ്കുലിനിറ്റിക്ക് ഇടിവ് തട്ടി. കക്ഷി വിചാരിച്ച സിജോയൊക്കെ കൂളായിട്ട് തോപ്പിക്കും, പക്ഷെ ഇപ്പോഴും മസിൽ കാണിച്ചുകൊണ്ട് നടക്കുന്നുണ്ടല്ലേ. അപ്പോൾ ആ രീതിയിൽ സിജോയെ തോപ്പിക്കാൻ പറ്റുമെന്നാണ് വിചാരിച്ചത്. ഇന്നലത്തെ ആ ക്യാപ്റ്റൻസി ടാസ്ക് കുറച്ച് ലക്കും കൂടെ ആവശ്യമുള്ള ഗെയിമായിരുന്നു. എന്തായാലും ലക്കും ഫിസിക്കൽ എഫർട്ടും സിജോയുടെ ഭാഗത്തായതുകൊണ്ട് തന്നെ സിജോ ജയിച്ചു. പക്ഷെ അപ്പോഴും മുതൽ കക്ഷിക്ക് ഉള്ളിൽ ഇങ്ങനെ കടന്ന് തരികിട പാടുന്നുണ്ടാവണം സിജോയ്ക്കെതിരെ എന്തെങ്കിലും പണി കൊടുക്കണമെന്ന്. അപ്പോൾ ഇന്ന് സിജോയെ കിട്ടി. അപ്പോൾ സിജോയും കക്ഷിയെ നല്ല രീതിയിൽ എരികയറ്റുന്നുണ്ടായിരുന്നു, നല്ല രീതിയിൽ പിരികയറ്റി ആ ലെവലിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. അത് സിജോയും കുറ്റം പറയാൻ പറ്റില്ല, കാരണം ഇതൊരു ഗെയിമാണ്. നിങ്ങൾക്ക് സെൽഫ് കൺട്രോൾ ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ഗെയിമിൽ തുടരുന്നതുകൊണ്ട് അർത്ഥമില്ല. ഇന്നല്ലെങ്കിൽ നാളെ അടിപൊട്ടും. ഇതിനു മുമ്പും ജാസ്മിനോടും ഗബ്രിയോടും ഒക്കെ പറഞ്ഞിരുന്നു കവാലക്കുട്ടി അടിച്ചു പൊട്ടിക്കുമെന്ന്. ജാസ്മിനോട് പറഞ്ഞത് ആക്ച്വലി നിയമപരമായി പോലും നേടാൻ പറ്റുന്ന കാര്യമാണ്. അടിച്ചില്ലെങ്കിൽ പോലും കവാലക്കുട്ടി അടിച്ചു പൊട്ടിക്കുമെന്ന ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കി അവളെ മുഖത്തോട് ചേർന്ന് നിന്ന് അവളെ ഇന്റിമേറ്റ് സ്പേസിലോട്ട് കടന്നുകൊണ്ടാണ് അയാൾ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞത്. അപ്പോൾ ആക്ച്വലി ജാസ്മിനെ പലർക്കും ഇഷ്ടമില്ലായിരിക്കും, പക്ഷെ നിയമപരമായി അത് തെറ്റായ കാര്യം തന്നെയാണ്. അപ്പോൾ അടിച്ചില്ലെങ്കിൽ പോലും ഈ അടി എന്തെങ്കിലും സംഭവിക്കുന്നുള്ള ഉറപ്പായിരുന്നു, കാരണം റോക്കിയുടെ ബിഹേവിയർ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് ഇന്ന് ഒന്ന് തൊട്ട് നോക്കണമെന്ന് പറഞ്ഞു. നമ്മുടെ സിജോ തൊട്ടു, ഇവൻ ഇടിച്ചത് നല്ല ഇടിയാണ്. ഇപ്പം നീലിച്ച് കിടക്കുകയാണ് മുഖം, ഒരു പല്ലിന് ഇളക്കം ഉണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും അതിനുശേഷം ബിഗ് ബോസ് തീരുമാനമെടുത്തു ഇയാൾ ഔട്ട് ആവണമെന്ന്. വളരെ നല്ല തീരുമാനമാണ്. ഇങ്ങനെയുള്ള ആൾക്കാർ ഇത്തരം ഷോയിൽ കണ്ടിന്യൂ ചെയ്യാൻ അർഹരല്ല എന്നതാണ് സത്യം. അവർക്ക് കൺട്രോൾ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ ഷോയിൽ കണ്ടിന്യൂ ചെയ്യുന്നത്? അഥവാ ഇയാൾ കണ്ടിന്യൂ ചെയ്തിട്ടാൽ ഷോയിൽ വിജയിച്ചാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് കൂടെ ആലോചിച്ചു നോക്കും. ഇത്തരം ആൾക്കാരാണ് വിജയിക്കുന്നത് എന്നുള്ളൊരു ഇമേജ് ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പം റോക്കി ഔട്ടായതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല, റോക്കി ഔട്ട് ആവേണ്ടത് തന്നെ ആണ്. അപ്പൊ അതിനുശേഷം നമ്മുടെ പവർ ടീം അംഗങ്ങൾ കുറെ റൂൾ റെഗുലേഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അത് രാവിലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആയിരിക്കും എല്ലാവരെയും വിളിച്ചുകൊണ്ടിരുന്നത് ഇതിനു മുമ്പ്, രാവിലെയുള്ള പാട്ട് പാടുന്നതിന് മുമ്പ് തന്നെ പല കാര്യങ്ങളും ചെയ്തു തീർക്കണം തുടങ്ങിയ കാര്യങ്ങൾ. പക്ഷെ അതൊക്കെ എത്ര ദിവസത്തേക്ക് നടക്കും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. കാരണം ഇവർ മറ്റുള്ളവർ എണീക്കുന്നതിന് മുമ്പേ എണീക്കണം. അതിന് അലാം ക്ലോക്കോ വാച്ചോ ഒന്നുമില്ല, അവിടെ മൊബൈൽ ഫോണോ ഒന്നുമില്ല. അപ്പോൾ ഇവർ ഒന്നിൽ ഉറങ്ങാതിരിക്കണം, അല്ലെങ്കിൽ ഇവർ മറ്റുള്ളവർക്ക് മുൻപേ എങ്ങനെയെങ്കിലും എണീക്കണം, എങ്കിലേ ഇവർക്ക് മറ്റുള്ളവരെ വിളിച്ചുണർത്താൻ പറ്റൂ. മറ്റുള്ളവരെ വിളിച്ചു നടത്തി അവരുടെ ജോലികൾക്ക് ഏൽപ്പിക്കുമെന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും കുറെ പവർ ടീം കുറെ കാര്യങ്ങൾ കുറെ തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടെ ഉള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ജിൻഡോ പല കാര്യങ്ങളും രശ്മിൻ എടുക്കുന്ന തീരുമാനങ്ങളോട് അനുകൂലിക്കാനാണ് സാധ്യത. കാരണം ജിൻഡോയ്ക്ക് പലപ്പോഴും സത്യസന്ധമായ അഭിപ്രായമില്ല, അല്ലെങ്കിൽ ഒരു ശക്തമായ അഭിപ്രായം ഉണ്ടാകാറില്ല. അപ്പം ഈ രശ്മിൻ എന്തോ തീരുമാനം എടുക്കുന്നു അതിന് യോജിച്ച് ജിൻഡോ പോകാനാണ് സാധ്യത. അവർക്കിടയിൽ ഒരു ഫിക്ഷൻ ഉണ്ടാവാൻ ഇപ്പോൾ സാധ്യത കുറവാണെന്നാണ് കാണുന്നത്. കാരണം ഇപ്പൊ ഈ റോക്കിയുടെ ഇഷ്യൂ വന്നപ്പോൾ തന്നെ സിജോ അടുത്ത് നിന്ന് ജിൻഡോ പറയുന്നത് സിജോയെ സപ്പോർട്ട് ചെയ്തും അപ്പുറത്തെ സൈഡിൽ ചെന്ന് പറയുന്നത് റോക്കിയെ സപ്പോർട്ട് ചെയ്തതാണ്. അപ്പം ജിൻഡോ പലപ്പോഴും ഒരു ഡബിൾ ഗെയിം കളിക്കുകയോ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയോ, അല്ലെങ്കിൽ കക്ഷി ശുദ്ധനാണ്, പക്ഷെ അതുകൊണ്ട് തന്നെ ആ കക്ഷിക്ക് ഒരു നിലപാടില്ല, സ്ട്രോങ് ആയിട്ടുള്ളൊരു നിലപാടില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ പുതിയ ക്യാപ്റ്റൻ വന്നു, പുതിയ പവർ ടീം വന്നു. ഇനി പവർ ടീം എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ 4 പേർ ബിഗ് ബോസിൽ നിന്ന് ഔട്ടായിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആഴ്ച എവിക്ഷൻ ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിൽ ചെറിയൊരു സംശയമുണ്ട്. എന്തായാലും നോമിനേഷനിൽ ഇവരൊക്കെ വന്നിട്ടുണ്ട്. ഗബ്രി, ജാസ്മിൻ തുടങ്ങിയ സ്ഥിരം കുട്ടികളെല്ലാം വന്നിട്ടുണ്ട്. ഗബ്രി, ജാസ്മിൻ, യമുനയും വന്നിട്ടുണ്ട് ഇത്തവണ നോമിനേഷനിൽ. അങ്ങനെ കുറച്ച് നോർമലായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഇത്തവണ നോമിനേഷൻ വന്നിരിക്കുന്നത്. അഥവാ നോമിനേഷൻ വോട്ട് അനുസരിച്ചാണെങ്കിൽ ജാസ്മിനൊക്കെ പുറത്തു പോകാൻ വളരെയധികം സാധ്യതയുണ്ട്. പക്ഷെ ജാസ്മിനെയൊക്കെ പുറത്ത് വിടുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇത്തവണ ഇപ്പൊ തന്നെ 15 പേരേ ഉള്ളൂ ബിഗ് ബോസ് ഹൗസിൽ, ഈ റോക്കിയും കൂടെ പുറത്തായതിനു ശേഷം. അപ്പൊ ഇത്തവണ ഒരു എവിക്ഷൻ ഉണ്ടാവാൻ സാധ്യത കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ റോക്കി പുറത്തായിരിക്കുകയാണ്. റോക്കി നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത പോലെ തന്നെ, നമ്മൾ കരുതിയിരുന്ന പോലെ തന്നെ കൺട്രോൾ ഇല്ലാത്തൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് പല കാര്യങ്ങളും ഇൻസ്റ്റിഗേറ്റ് ചെയ്ത് വഴക്കുണ്ടാക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒക്കെ വഴക്കുണ്ടാക്കുമ്പോൾ അതൊരു കണ്ടന്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പലപ്പോഴും അത് ഇറിറ്റേഷൻ. നമ്മുടെ രതീഷ് കുമാർ അതിന്റെ നെക്സ്റ്റ് ലെവലായിരുന്നു. പക്ഷെ ഇവിടെ അതിന്റെ ഒരു ചെറിയ രീതി എന്ന് പറയാം. അതിനുശേഷം ചെന്ന് കൺഫെഷൻ റൂമിൽ ചെന്ന് കരഞ്ഞുകൊണ്ട് കാര്യമില്ല. കക്ഷി വിചാരിച്ചെന്ന് തോന്നുന്നു അവിടെ ചെന്ന് കരഞ്ഞാൽ ചിലപ്പോൾ മനസ്സലിവ് വന്ന് ബിഗ് ബോസ് പിന്നെയും കയറാൻ പറയുമെന്ന്. പക്ഷേ ഒരു മാൻ ഹാൻഡ്ലിങ്ങിന് ഒരിക്കലും അത് മാപ്പ് കൊടുക്കാൻ പറ്റില്ല. അതിനുള്ള വേണമെങ്കിൽ നിയമ നടപടി വേണമെങ്കിലും സിജോയ്ക്ക് എടുക്കാവുന്നതാണ്. യഥാർത്ഥത്തിൽ ഇതൊരു ഗെയിം ഷോ ആണെങ്കിലും ഇന്ത്യൻ ക്രിമിനൽ ലോയുടെ അണ്ടർ തന്നെ വരുന്നതാണല്ലോ ഇതെല്ലാം. ഇന്ത്യയിൽ നടക്കുന്ന നിയമങ്ങൾ ഇന്ത്യയിലുള്ള നിയമങ്ങൾ ഇതിനെല്ലാം ബാധകമാണ്, എന്ത് ഗെയിം ഷോ ആണെങ്കിലും. അപ്പോൾ ഒരു അസോൾട്ട് എന്ന് വെച്ചാൽ അതിനൊരു കേസ് എടുക്കാൻ വേണമെങ്കിൽ. അപ്പോൾ ഇങ്ങനൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ, ഇങ്ങനൊരു നടപടി എടുത്തില്ലെങ്കിൽ അത് ഗെയിം ഷോയെ തന്നെ ബാധിക്കും എന്നുള്ളതാണ് സത്യം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? റോക്കി പുറത്തായതിലും റോക്കിയുടെ സ്വഭാവത്തിലും റോക്കിയുടെ കാര്യത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? റോക്കിയെ പുറത്താക്കിയത് ശരിയാണോ തെറ്റാണോ? അതോ റോക്കിക്ക് ഒരു ചാൻസ് കൂടെ കൊടുക്കാമായിരുന്നു? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അതിനിടയ്ക്ക് സിജോ പറയുന്നുണ്ടായിരുന്നു ഞാൻ മാപ്പ് കൊടുത്തു, റോക്കിയോട് എനിക്ക് യാതൊരു പ്രശ്നമില്ല, റോക്കി തിരിച്ചു വരണം, തനിക്ക് ഒരു പരാതിയില്ല എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അതൊരു സിജോയുടെ ഗെയിമാണ്. കാരണം അവിടെ സിജോയ്ക്ക് ഒരു പോസിറ്റീവ് ഇമേജ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്.
സിജോയ്ക്ക് എന്തായാലും ഉറപ്പാണ് ബിഗ് ബോസ് ഹൗസിൽ പിന്നെ റോക്കി ഉണ്ടാവില്ല, റോക്കി പുറത്താവുന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അത് നിയമത്തിൽ എഴുതിയിട്ടുണ്ട്, ഫിസിക്കൽ അസോൾട്ട് ഈസ് നോട്ട് അലൗഡ്. അപ്പോൾ എന്തായാലും സിജോയ്ക്ക് അറിയാം റോക്കി തിരിച്ചു വരത്തില്ല. അപ്പോൾ പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തനിക്ക് ഒരു പോസിറ്റീവ് ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ മാത്രമാണ് സിജോ ശ്രമിച്ചത്. അത് നോർമൽ കാര്യമാണ്, അതിന് വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ ഷോയെ പറ്റി അഭിപ്രായം എന്താണ്? റോക്കി പുറത്തായതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? റോക്കിയുടെ ഭാഗത്ത് തെറ്റുണ്ടായിരുന്നോ അതോ അപ്സരയുടെ ഭാഗത്തായിരുന്നു തെറ്റ്? അതെ, ഇത് വരുന്നല്ല സിജോയുടെ ഭാഗത്തായിരുന്നു തെറ്റ്. എന്താണ് അഭിപ്രായം എന്ന് വെച്ചാൽ നിങ്ങൾ രേഖപ്പെടുത്തുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി. താങ്ക് യു.